ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ചാനലിൽ മെഷീൻ എംബ്രോയിഡറിയുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടതിൽ കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് എങ്ങനെയാണ് പഠിച്ചതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര മഴയും കറണ്ട് പോക്കൊക്കെ ആയത് കാരണം വീഡിയോ എടുക്കാൻ ഡിലേ ആയതായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും വിചാരിക്കും, പക്ഷേ അപ്പോൾ ഇടയ്ക്ക് വെച്ച് കറണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ആണ് വീഡിയോ എടുക്കാൻ ഇത്ര ഡിലേ ആയത്. അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഓയിലിട്ട് കൊടുക്കണേ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്ത് കാണണേ. ഞാൻ ഇതിനകത്ത് ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാവേ. ആദ്യം തന്നെ ഞാൻ മെഷീനിൽ സെറ്റിങ്സ് ആദ്യം കാണിച്ചു തരാം കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് മെഷീനിൽ എന്തൊക്കെ രീതിയിലാണ് മാറ്റം വരുന്നത് നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മെഷീനിൽ ആദ്യം എന്തൊക്കെയാണ് അതിൽ സെറ്റിങ്സ് വരുന്നതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തേ. പിന്നെ മെഷീനിൽ തന്നെ ഒരു സ്വിച്ച് ഉണ്ട്, ഈ ഓൺ ഓഫ് ബട്ടണാണ്. ഇത് നമ്മൾ ഓൺ ചെയ്യണം. അപ്പോൾ നമ്മുടെ താഴത്ത് ഒരു മോട്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൽ ലൈറ്റ് ഇങ്ങനെ വരും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. മെഷീൻ ഇങ്ങനെ ഓൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇതാണ് കേട്ടോ ഡയൽ എന്ന് പറയുന്നത് ഈ മെഷീൻ്റെ. അപ്പോൾ ഇതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും 0, 1, 2, 3, 4, 5 അങ്ങനെ നമ്പേഴ്സ് ഉണ്ട്, 5 വരെ. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റിച്ച് അതിൻ്റെ വിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റിച്ചിൻ്റെ ഇത് വിട്ട് നീക്കുന്നതനുസരിച്ചാണ് നമ്മുടെ സ്റ്റിച്ചിൻ്റെ വിട്ട് കൂടി വരുന്നത്. ഇത് ഡിഫോൾട്ടായിട്ട് 0-യിലാണ് കിടക്കുന്നത്. അപ്പോൾ 0-യിലിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ റണ്ണിങ് സ്റ്റിച്ചിലാണ് ഇത് സ്റ്റിച്ച് വീഴുന്നത്. പിന്നെ ഈ താഴത്ത് കാണുന്ന ഇതാണ് ഇതിൻ്റെ ലിവർ എന്ന് പറഞ്ഞാൽ, ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ റൈറ്റ് ലെഗ് വെച്ചിട്ട് വലത്ത് കാല് വെച്ചിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുന്നതിനനുസരിച്ചാണ് ആ ഡയൽ നീങ്ങുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, അങ്ങോട്ട് തള്ളുമ്പോൾ നമ്മൾ മാക്സിമം 5-ലേക്ക് എത്തും, പിന്നെ ഇങ്ങോട്ട് നമ്മൾ നോർമൽ 0-യിലേക്ക് വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ വിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾക്കിപ്പോൾ 1-ൽ 2-ൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെങ്കിൽ അവിടെ വെച്ചിട്ട് നമ്മൾ കാല് അങ്ങനെ ലിവർ പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് 2-ൽ തന്നെ സ്റ്റിച്ച് വരും. അതിനുശേഷം നമുക്ക് 3-ലേക്കോ 4-ലേക്കോ പോകുന്നെങ്കിൽ സ്റ്റിച്ചിൻ്റെ ഈ കാലിങ്ങനെ നീക്കി കൊടുക്കുമ്പോൾ 4-ലേക്ക് വരും, പിന്നെ 5-ലേക്ക് വരും. അങ്ങനെയാണ് കേട്ടോ ഇത് സ്റ്റിച്ചിങ് പോകുന്നത് ഇതിൻ്റെ. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തന്നിട്ട് ഞാൻ ഇനി തുണിയിൽ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ 1-2 പേര് ഞാൻ പഠിച്ച ചാനലിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ജാൻ എംബ്രോയിഡറി എന്നാണ്. പിന്നെ ഒരു എംബ്രോയിഡറി 515 എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഫൈസു ആർട്സ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് എനിക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഡെയിലി പ്രാക്ടീസ് വേണ്ട ഒരു കാര്യമാണ് ഈ മെഷീൻ എംബ്രോയിഡറി എന്ന് പറഞ്ഞാൽ. നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് ഇതിൻ്റെ പെർഫെക്ഷൻ കിട്ടുള്ളൂ കേട്ടോ. ഇത് ശരിക്കും എങ്ങനെയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ കാണിച്ചു തന്ന പോലെ സ്റ്റാറ്റിക് സ്റ്റിച്ചില്ലേ, റണ്ണിങ് സ്റ്റിച്ച്, സാറ്റിൻ സ്റ്റിച്ച് 1, 2, 3, 4, 5 അതിൽ നമ്മൾ ഓരോന്നും സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ച് ആദ്യം പഠിക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഡിസൈനൊക്കെ ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ ആദ്യം 0-യിലിട്ടിട്ട് ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇങ്ങനെ കൊടുത്തു. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ലീഫാണ് ചെയ്യാൻ പോകുന്നത്. ഒരു 2-3 ഇലയൊക്കെയുള്ള ഒരു തണ്ട് പോലെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ടല്ലേ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തത്. ഇനി നമുക്ക് ഈ വശങ്ങളിലേക്ക് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ലീഫ് വേണം, ഇലകൾ വേണമെന്നുണ്ടെങ്കിൽ ഫ്രെയിം ജസ്റ്റ് ഇങ്ങോട്ട് തിരിക്കുക. നമുക്ക് റൈറ്റിലേക്കാണ് ലീഫ് വേണ്ടതെങ്കിൽ നമ്മൾ ലെഫ്റ്റിലേക്ക് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രെയിം തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇവിടെ ഞാൻ 0-യിലിട്ട് സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ചിൽ നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് ഒരു 2-ലിട്ടിട്ട് നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണതാണ് ഞാനിപ്പോൾ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ മെഷീൻ്റെ സ്പീഡ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ചാണ് ഇട്ടേക്കുന്നത്. അതായത് ഒരു 150-ലൊക്കെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബിഗിനേഴ്സ് ആകുമ്പോൾ സ്പീഡ് ഒരുപാട് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യരുതെന്നാണ് ഇത് ഡെമോ കാണിക്കാൻ വന്നാൽ അവിടെ നിന്ന് പറഞ്ഞത്. അപ്പോൾ 150-ലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾക്ക് നമ്മുടെ പെഡൽ ചവിട്ടുന്നതനുസരിച്ച് ഇത്തിരിയും കൂടി സ്പീഡ് കിട്ടും. അപ്പോൾ ഞാനൊരു മിനിമൽ സ്പീഡിലാണ് ഇത് മൊത്തം സ്റ്റിച്ച് ചെയ്തത്.
അപ്പോൾ നമ്മൾ ഈ ഒരു തണ്ട് പോലെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് താഴത്തേക്ക് വരാം. സീറോയിലിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് താഴത്തേക്ക് വന്നിട്ട് നമുക്ക് എവിടെയാണോ ലീഫ് വേണ്ടത്, നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ റൈറ്റിലേക്കാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റിലേക്ക് പതുക്കെ ഫ്രെയിം തിരിച്ചിട്ട് നമ്മൾക്ക് സീറോയിലിട്ടിട്ട് ഒന്നൊരു ചെറിയൊരു ലൈൻ കൊടുക്കാം ഇങ്ങനെ. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റിച്ച് വിട്ട് 5-ലിട്ടിട്ട് 5, 4, 3, 2, 1 ആ ഒരു ഇതിൽ നമ്മൾ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുവാണ്. ഞാൻ 5-ലിട്ട് പിന്നെ കുറച്ച് സ്റ്റിച്ച് ചെയ്തു. അത് കഴിഞ്ഞ് 4-ലിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ 3, 2, 1, 0 അങ്ങനെ നമ്മൾ ഇത്, അതായത് മുകളിൽ നിന്ന് വീതി കൂടി താഴത്തേക്ക് വീതി കുറച്ച് വരുന്ന പോലെ കണ്ടോ. ഇങ്ങനെയാണ് ഈ ലീഫ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലേക്കും ചെയ്ത് കൊടുക്കാം. ഫ്രെയിം ജസ്റ്റ് റൈറ്റിലേക്ക് തിരിച്ചിട്ട് നമുക്ക് ലെഫ്റ്റിൽ ലീഫ് ചെയ്യാം. ഇതുപോലെ തന്നെ സീറോയിലിട്ട് അടിച്ച് മുകളിലേക്ക് പോയിട്ട് താഴത്തേക്ക് വരുമ്പോൾ 5-ലേക്ക് നമ്മുടെ ആ ലിവർ സെറ്റ് ചെയ്തിട്ട് താഴത്തേക്ക് 5, 4, 3, 2, 1, 0 അങ്ങനെ ആ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കണം. അങ്ങനെയാണ് ഈ ഇങ്ങനത്തെ ലീഫ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ എംബ്രോയ്ഡറിയിൽ കണ്ടിട്ടില്ലേ ലീഫ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ലീഫ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു 3 ലീഫും കൂടി ചെയ്ത് കൊടുക്കാം. ഒന്ന് റൈറ്റിലേക്ക്, ഇനി ഒരെണ്ണം ലെഫ്റ്റിലേക്ക്, പിന്നെ മിഡിലിലേക്ക് ഒരെണ്ണം. അങ്ങനെ ബാക്കി ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ആ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലാണ് ഇതുപോലത്തെ ലീവ്സൊക്കെ ഫില്ല് ചെയ്തെടുക്കുന്നത്. ഇനി വേറൊരു ടൈപ്പ് ലീഫില്ലേ, നമ്മുടെ ആ ഒരു ലീഫിൻ്റെ ഫില്ലിങ് സ്റ്റിച്ചാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ സത്യം പറഞ്ഞത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നൊരു കാര്യമാണ് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അതായത് നമ്മളിപ്പോൾ ചെറിയ ലീഫല്ലേ ഇപ്പോൾ ചെയ്തത്. അപ്പോൾ നമ്മൾ വലിയൊരു പെറ്റലോ ലീഫോ ചെയ്യുമ്പോൾ, പൂവിൻ്റെ അതിലൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുന്ന രീതി എനിക്ക് കുറേ നോക്കിയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും ഒരുവിധം സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ട്, ട്യൂട്ടോറിയൽ കാണിക്കുന്നതുകൊണ്ട് എനിക്കത് ഒട്ടുമിക്ക വീഡിയോസും കണ്ടിട്ട് മനസ്സിലായില്ലായിരുന്നു എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഈ അടുത്താണ് എനിക്കത് മനസ്സിലായത്. അപ്പം ഞാൻ നിങ്ങൾക്കും കൂടി അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു ഔട്ട്ലൈൻ ചെയ്യാണ്. ഔട്ട്ലൈൻ അതായത് വരച്ചിട്ടൊന്നുമില്ല, നമ്മൾ സ്റ്റിച്ച് സീറോയിലിട്ടിട്ട് നമ്മളൊരു ഔട്ട്ലൈൻ കൊടുക്കുവാണ്. മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നൂല് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഒരു 3-4 പ്രാവശ്യമെങ്കിലും നൂല് പൊട്ടിയിട്ടുണ്ടാകും. അത് ഞാൻ ഫസ്റ്റ് ചെയ്ത ആ ഒരു ഡിസൈനിൻ്റെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുള്ള നൂലില്ലേ, ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ച ആ നൂലായിരുന്നു. അതുകൊണ്ടാണ് നല്ല സൂപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോയത്. ഇത് നമ്മുടെ മറ്റേ സാധാ സിൽക്ക് ത്രെഡാണ്. അതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അതൊരു പ്രശ്നമായിരുന്നു. അതെന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, ഇത്രയും വേഗം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ചെയ്യാൻ പോകുന്ന ലീഫില്ലേ, അത് നമ്മൾ പൂവിൻ്റെ ഇതളായിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ പൂവൊന്നും വരച്ച് കാണിക്കുന്നില്ല, ഞാനൊരു ലീഫിൻ്റെ ഒരു എക്സാമ്പിൾ പോലെ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ എൻ്റെ മേളിൽ കൂടി ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം, എന്നിട്ട് അത് ഫില്ല് ചെയ്ത് കാണിക്കട്ടോ. അതുപോലെ തന്നെ നമ്മൾ വരച്ചിട്ട് ചുറ്റിനും ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്ലവറായിട്ട് കിട്ടും. പിന്നെ ലീഫായിട്ടും എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഔട്ട്ലൈൻ ചെയ്തില്ലേ. ഇനി ഇതിനകത്ത് ഫില്ല് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ടല്ലേ ഈ ലീഫ് ഔട്ട്ലൈൻ കൊടുത്തത്. ഇനി ഇതിനകത്ത് ഫില്ല് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ 6 ആക്സ് സ്റ്റിച്ച് കൊടുത്തു കഴിയുമ്പോൾ ഭയങ്കര വൃത്തികേടാവും, അതൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാണിച്ചു തരാം ഞാനിപ്പോൾ, ഒരു വൃത്തി ഉണ്ടാവില്ല. അങ്ങനെ ഇങ്ങനെ ഒരു കാക്കിരി വീക്കിരി ആയിട്ടിരിക്കുമ്പോൾ അങ്ങനെയല്ല ശരിക്കും സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ ഫ്രെയിം ഇങ്ങോട്ട് തിരിക്കണം. ഇപ്പോൾ ലീഫ് വരച്ചതിന് നേരെ ഈ ലീഫിൻ്റെ അറ്റം നമ്മുടെ നേരെ വരുന്ന പോലെ തിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക്. പക്ഷേ നമ്മൾ ഈ മെഷീൻ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ഇപ്പോൾ വളവ് ഭാഗം വലത് ഭാഗത്ത് വരണമെന്നാണ് ഒരു തിയറി പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഈ പോയിൻ്റ് ഇങ്ങനെ വെച്ചിട്ട് 6 ആക്സ് സ്റ്റിച്ച് 5-ലിട്ടിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല വൃത്തിക്ക് ഫില്ലായി കിട്ടും കേട്ടോ. പിന്നെ എവിടെയെങ്കിലും ഗ്യാപ്പായിട്ട് വരുന്നത് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ കൂടി ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതിയാവും. ഫ്രെയിം പതുക്കെയാണ് നമ്മൾ മൂവ് ചെയ്യാൻ പാടുള്ളൂ. സ്പീഡിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ വലിയ ഗ്യാപ്പ് വരും. അതുകൊണ്ട് പതുക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രെയിമിൻ്റെ മൂവ്മെൻറ്റൊക്കെ ഞാൻ ഈ അടുത്താണ് കേട്ടോ പഠിച്ചത്. അപ്പോൾ ഞാൻ അറിഞ്ഞപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു.
പിന്നെ അറ്റത്തേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 5 അതും തുടങ്ങി 3 2 1 0 അങ്ങനെ വന്നിട്ട് അവസാനിപ്പിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ലീഫ് ഇവിടെ ഫിനിഷായി. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഫില്ല് ചെയ്തെടുക്കേണ്ടത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ചുറ്റും 0 ഒരു ഔട്ട്ലൈൻ കൊടുക്കാം. നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ ചുറ്റും ഒരു ഔട്ട്ലൈൻ പോലെ കൊടുക്കാം. അപ്പോൾ അതൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഇത് വീഡിയോയിൽ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെരിച്ച് വെച്ചിട്ട് അത് ഫ്രെയിം ഒന്ന് ചെരിച്ചിട്ട് സാറ്റിൻ സ്റ്റിച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒന്ന് സാറ്റിൻ സ്റ്റിച്ച് കൊടുത്ത് നോക്കുവാണ്. താഴത്തേക്ക് വന്നിട്ട് നമുക്ക് ഫ്രെയിം തിരിച്ചിട്ട്, അതാണ് സൗകര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാനങ്ങനെ താഴത്തേക്ക് 0 വന്നത്. ഇനി ഇവിടെ നിന്ന് താഴത്തുനിന്ന് സാറ്റിൻ സ്റ്റിച്ച് കൊടുത്തത് 2 സാറ്റിൻ സ്റ്റിച്ച് പതുക്കെ ഇങ്ങനെ ചെരിച്ച് ആ ലീഫിൻ്റെ ഷേപ്പിൽ അങ്ങ് കൊടുത്താൽ മതി. നമുക്ക് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയണില്ല. അപ്പോൾ നമുക്ക് ഒരു ഔട്ട്ലൈൻ പോലെ ഒരു ഹൈലൈറ്റ് ചെയ്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ പറയാം. അങ്ങനെ നമ്മൾ ലീഫ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ഹേർട്ടാണ് ചെയ്ത് നോക്കാൻ പോകുന്നത് കേട്ടോ. ഹേർട്ടിൻ്റെ ഒരു ഡിസൈനാണ് ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ അടുത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഹേർട്ടിൻ്റെ ഒരു വൈറ്റിൽ റെഡ് ഹേർട്ടുള്ള ഒരു ടോപ്പൊക്കെ ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്കിങ്ങനെ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ഇതുപോലെ പ്രിൻ്റ് ചെയ്തിട്ടല്ലല്ലോ, നമുക്കിങ്ങനെ ഇതുപോലെ എംബ്രോയ്ഡറി ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റുമേ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാമെന്ന് പറ്റുവാണെങ്കിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു ടൂലിട്ടിട്ടാണ് കേട്ടോ ഹേർട്ടിൻ്റെ ഷേപ്പ് നമ്മൾ എങ്ങനെയോ വരയ്ക്കണേ അതുപോലെ നമ്മളിങ്ങനെ ഫ്രെയിം വളച്ച് കൊണ്ടുവന്ന് വരച്ചെടുത്തതാണേ. ഇനി ഇതിൻ്റെ അകത്ത് ഒന്ന് ഫില്ല് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രെയിം ഇങ്ങനെ വലത്ത് ഭാഗത്തേക്ക് തിരിച്ചിട്ട് അതേപോലെ തന്നെ ഒന്ന് 5 സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് ഫില്ല് ചെയ്ത് എടുക്കുവാണ്. ഞാൻ ഇത്തിരി ഇവിടെ സ്പീഡ് കൂട്ടിയിട്ടോ, അതായത് ചില സമയത്തൊക്കെ ഞാനിങ്ങനെ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് സ്പീഡ് കൂടി പോകുന്നതാണ്. അങ്ങനെ മൊത്തം നമുക്ക് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ആദ്യമൊക്കെ ഞാൻ ചെയ്യുമ്പോൾ, അതായത് ഈ ഫില്ലിങ് സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ എൻ്റെ കുറേ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അറിയാത്തതുകൊണ്ട്. ഇപ്പം പിന്നെ കുഴപ്പമില്ല, ഇപ്പം പിന്നെ പഠിച്ചത് കാരണം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. കണ്ടത് നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതുപോലെയാണ് ഞാൻ പഠിച്ചത് കേട്ടോ. ഇനി അടുത്തത് ഒരു ഫ്ലവർ ചെയ്ത് നോക്കിയാലോ. അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ലീഫില്ലേ, ഫസ്റ്റ് ചെയ്ത പിങ്ക് ആ ഒരു ലീഫിൻ്റെ ഇത് വെച്ചിട്ട്, അതായത് ആ ലീഫിൻ്റെ ഒരു എതള് പോലെ വരുന്നത് പോലെ നമുക്കൊരു ഫ്ലവർ ചെയ്യാം. ആദ്യം ഞാൻ അപ്പുറത്തെ സൈഡിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ക്യാമറയുടെ കുറച്ചും കൂടി അടുത്ത് വരുന്നത് ഇവിടെയല്ലേ, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മാറ്റി ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കുവാണേ. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടി അടുത്ത് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ആദ്യം ഞാൻ ചെറിയൊരു വട്ടം വരയ്ക്കാൻ മീൻസ് എംബ്രോയ്ഡറി ചെയ്യുവാണ്, ചെറിയൊരു വട്ടം. എന്നിട്ട് അതൊരു ഗൈഡ് ലൈൻ ആക്കി വെച്ചിട്ട് നമുക്ക് ഈ പെറ്റൽ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ 0 ചെയ്തില്ല, ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു ലൈൻ വരച്ചിട്ട് നമ്മൾ ആ ലീഫ് ഫില്ല് ചെയ്ത പോലെ തന്നെ താഴത്തേക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ലീഫ് ചെയ്യണം. ലീഫ് എന്ന് ഞാൻ പറയുന്നത് ഇത് ലീഫായിട്ടാണ് എംബ്രോയ്ഡറിയിൽ പറയുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ലീഫ് എന്ന് പറഞ്ഞത്. ലീഫിൻ്റെ ആ ഒരു ഷേപ്പ്. അങ്ങനെ നമുക്ക് 4 ഭാഗത്തേക്കും ഇതുപോലെ ഓരോ പെറ്റൽ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഫ്ലവർ ആവും. അങ്ങനെ തീരാറായെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഇതേ ഒരു പണി കിട്ടിയിട്ട് അതേ ബോബിൻ ത്രെഡ് താഴത്ത് ഒന്ന് കയറി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ബോബിൻ തീർന്നതാണെന്ന്. പക്ഷേ
ഈ നൂല് പൊട്ടി ഇതിൽ ഈ ഫ്രെയിമിലൊക്കെ ചുറ്റി ഉടക്കി ഒക്കെ നാശമായിട്ടാണ്. പിന്നെ ഇതിൽ നിന്നൊക്കെ വെടിയിച്ചെടുക്കുവാണ്. പിന്നെ ഞാൻ ഈ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കൂട്ടോ, എൻ്റെ മാത്രം എന്താ ഇങ്ങനെ എപ്പോഴും പൊട്ടുന്നത്, അവരുടെ ഒന്നും പൊട്ടുന്നില്ലല്ലോ എന്ന്. കാര്യം അവരുടെയും പൊട്ടുന്നുണ്ട്. ചിലവർ മാത്രമേ അത് വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർ അത് ആ ഭാഗം എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും. ചിലവരുടെ ചാനലിൽ ഞാൻ കണ്ടു എൻ്റെ പോലെ തന്നെ പൊട്ടുന്നുണ്ട്. അവരും പക്ഷേ ത്രെഡ് അഡ്ജസ്റ്റ് മറ്റേ ഒരു ഫ്രെയിമൊക്കെ അടിച്ചിട്ടൊക്കെയാണ് വെച്ചേക്കുന്നത്. പക്ഷേ അവരുടെയും പൊട്ടുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്കൊരു സമാധാനമായി, എൻ്റെ മാത്രമല്ലല്ലോ പൊട്ടുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എംബ്രോയിഡറി മെഷീൻ വാങ്ങിച്ച് പിന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു താല്പര്യം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിൽ ചെയ്ത് പഠിക്കാമെന്നുള്ള ഒരു ത്വരയാണ് കൂടുതലുള്ളത്. അങ്ങനെ ഞാൻ നേരത്തെ ആ ഒരു ബ്ലാക്ക് എന്നൊരു ബോബിൻ ത്രെഡ് വന്നിട്ടുണ്ടായില്ലേ, അത് കയറി വന്നത് ഒന്ന് അതിൻ്റെ മേളിൽ കൂടി ഒന്ന് അടിച്ചതൊന്ന് കവർ ചെയ്തെടുത്താണ്. ഇപ്പോൾ 4 ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്തിരി ഗ്യാപ്പുള്ള പോലെ തോന്നിയതുകൊണ്ട് ഞാൻ ആ ഗ്യാപ്പും കൂടി ഒന്ന് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടെയും കൂടി ഓരോ ഇതളുകൾ എംബ്രോയിഡറി ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ എനിക്ക് ഒരു ടോപ്പ് ഇതുപോലെ എന്തെങ്കിലും ഒരു എംബ്രോയിഡറി ഡിസൈൻ ചെയ്തിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ട്. അപ്പം ഞാൻ അതിനുള്ള ഒരു ഒരുക്കത്തിലാണ്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ അങ്ങനത്തെ ഒരു ഡിസൈൻ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. പക്ഷേ ഉടനെ ഉണ്ടാവില്ല, എന്നാലും ഒരാഗ്രഹമുണ്ട് ചെയ്യണം എന്നൊരു, സ്വന്തമായിട്ടൊരു എംബ്രോയിഡറി ചെയ്തൊരു ഡ്രസ്സ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ഈ എംബ്രോയിഡറി ചെയ്തതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു തരാം. എൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെയാണ് ഇരിക്കുന്നത്. നമ്മുടെ മെയിൻ ത്രെഡ് തന്നെയാണ് മെയിനായിട്ട് കൂടുതൽ കാണുന്ന പുറത്തേക്ക്. പിന്നെ ചെറുതായിട്ട് ബോബിൻ ത്രെഡും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് എൻ്റെ ബാക്ക് സൈഡ് ഇരിക്കുക. ലൈനിങ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കവറായി പൊക്കോളും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇതൊക്കെയാണ് ഞാൻ പഠിച്ച പാഠങ്ങൾ യൂട്യൂബിൽ നിന്ന്. അപ്പോൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.